ആരുടെ പറഞ്ഞ ഏട്ടന് പോകാൻ പറ്റത്തില്ലെന്ന്? ഏട്ടൻ എവിടെയൊക്കെ പോയിട്ടുള്ള ആളാണെന്നറിയോ? ഇതിന് മുമ്പും പോയിട്ടുണ്ട്, ഇനിയും പോവും. മനസ്സിലായോ? യുദ്ധത്തിന് പോയാലേ എന്താ പറ്റത്തുള്ളോ? അതാ പറഞ്ഞത്. ഇത് ഒരു പട്ടാളക്കാരന്റെ വേഷം ഇട്ടുകൊണ്ട് ഫാൻസി ഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത്, അതൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ യുദ്ധത്തിന് പോകണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? അല്ല, വേറെ കാര്യമുണ്ട്. ഏട്ടന് വേണമെങ്കിൽ പോകാം. പുള്ളിക്ക് എപ്പോൾ വേണമെങ്കിലും പോകാവുന്ന ആളാണ്. പുള്ളിക്ക് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പുള്ളിക്ക് അതിനുള്ള വിൽ പവറും കറേജസും ആയിട്ടുള്ള ആളാണ്. മനസ്സിലായോ? പക്ഷെ അതല്ല, വേറെ കാര്യം, പുള്ളി പോകുന്നില്ല. പുള്ളി താല്പര്യമില്ല. പുള്ളിയുടെ താല്പര്യമല്ലേ? ശരി, പുള്ളിക്ക് ഇഷ്ടമുള്ളപ്പോ പോകും. അങ്ങനെയാ. പുള്ളി ചിലപ്പോൾ യുദ്ധം കഴിയുമ്പോൾ എല്ലാ പട്ടാളക്കാരും അങ്ങ് യുദ്ധം ഉണ്ടാകുമ്പോ പോവാണോ? ഈ പിന്നെ ഇന്ത്യയിലുള്ള പട്ടാളക്കാരും ഇവിടെ ഒരു യുദ്ധം എന്നല്ല, ഇപ്പൊ അതിർത്തിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഡ്യൂട്ടിയിലുള്ളവർ പോയാൽ മതി. അതിന്റെ ആവശ്യമൊക്കെ ഉള്ളൂ. അല്ല ചുമ്മാ ഈ ഇന്ത്യ അല്ലാതെ ഇവിടെ എവിടെയെങ്കിലും നടന്നു കഴിഞ്ഞാൽ അവിടെ പോയി ഫോട്ടോ ഷൂട്ട് നടത്തേണ്ട കാര്യമൊന്നുമില്ല. ആൾക്കാർ വെറുതെ അങ്ങനെ പറഞ്ഞ് കളിയാക്കരുത്. മനസ്സിലായോ? വെറുതെ എന്തൊക്കെയോ പറയാ അങ്ങോട്ട്. പനി അങ്ങനെയാണെങ്കിൽ ഇവര് മറ്റേത് പറയണല്ലോ, ഒരു തോക്കും കൊടുത്ത് മറ്റേ DIG ആക്കി വിടാൻ പാടില്ല. ഓക്കെ, മനസ്സിലായില്ലേ? അറിയാലോ, അതങ്ങ് മുറിച്ചു കളഞ്ഞേരെ അല്ലേ? അപ്പൊ ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, വലിയ കമ്മീഷണറുണ്ട്, ഈ മുഖം IG ഒക്കെ ഉണ്ട്. IG ഉണ്ടോ? പോകുമ്പോ തോക്കായിട്ട് പോകുള്ളൂ എന്ന് പറയണേ. ആണോ? അല്ല ഇവർക്കൊക്കെ, അല്ല വേറൊരു കാര്യമുണ്ട്, വേറൊരു പുള്ളിയുണ്ട്, ഈ തുണി തയ്പ്പിച്ചിട്ട് ഇടിയിച്ചോണ്ട് പോകുന്ന ആളുണ്ട്. ഇത് എന്താ, മേക്കപ്പ് മാൻ. മനസ്സിലായി. അവരൊന്നിച്ചേ പോകത്തുള്ളൂ. മേക്കപ്പ് മാനും ചേട്ടനും അണ്ണനും കൂടെ പോകുന്നത്, ജമ്പനും തുമ്പനും. പക്ഷെ ഈ പ്രാവശ്യം പോകുന്നില്ല. മറ്റേ അണ്ണൻ പറയുന്ന അണ്ണൻ നേരത്തെ അവിടെയൊക്കെ പോയിട്ടുള്ള കണ്ടിട്ടുള്ള, എനിക്കിതൊക്കെ അറിയാം, ഇനി പോകാൻ വയ്യുന്നു. അല്ല, വേറെ കാര്യമുണ്ട്, അവിടെ എപ്പോഴും പോയി അങ്ങനെ നിൽക്കേണ്ട കാര്യം. നമുക്കൊക്കെ കാശ്മീർ എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതെ അതെ, അവിടെ പലതവണ പോയിട്ടുള്ള ആൾക്കാർ അവരൊക്കെ വയനാടും അതെ ടൂറിസ്റ്റ് പ്ലേസ്. എനിക്ക് തോന്നുന്നു വയനാട്ടിൽ അങ്ങനെ അധികം പോയിട്ടില്ല. കാശ്മീരിൽ ഇടക്കിടക്ക് പോയി വരുന്നവരാ. ഒരുപാട് സിനിമകൾ അവിടെ ചെയ്തിട്ടുണ്ട്. മാറ്റാണെങ്കിൽ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് കുറെ കാലം. അതെ അതെ, അണ്ണൻ അവിടെ പലതവണ അണ്ണൻ തമ്പി. അപ്പൊ അവർക്ക് മെനക്കെട്ട ഒരു സ്ഥലത്തേക്ക് തന്നെ പോയിട്ട് ബോറടിക്കൂലേ? ശരിയാ. ഇപ്പൊ താല്പര്യമില്ല. പിന്നെ മാത്രമല്ല, ചെറിയ പനി ഉണ്ടെന്നാ കേട്ടത്. അല്ല, പനിയാണെന്നുള്ളത് എന്തോ ഒരു സർട്ടിഫിക്കറ്റ് ഏതോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തോട്ട് വിട്ടിട്ടുണ്ടാണ് എന്റെ. അല്ല, ഏട്ടന്റെ മാത്രമല്ല, വേറെ കാര്യമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോ കണ്ണിൽ ഈറനണിയുക, പിന്നെ കയ്യിലുള്ള കാശൊക്കെ എടുത്ത് കൊടുക്കുക. അതൊന്നും ശരിക്കും പറഞ്ഞാൽ അവിടെ ആവശ്യം ഉണ്ടാകത്തില്ല. മാത്രമല്ല, എനിക്ക് തോന്നുന്നില്ല ഇപ്പോ അതിർത്തിയിലുള്ള ഭടന്മാരുടെ ഒരു യൂണിഫോമാണ് നേരത്തെ തയ്പ്പിച്ചിട്ടുള്ളതെന്ന്. ഇത് വേറെ ഏതോ യൂണിഫോം മാറിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി പുതിയ യൂണിഫോം തയ്പ്പിക്കാൻ കൊടുത്തതേ ഉള്ളൂ. മാത്രമൊന്നും അല്ലടോ, വേറെ കാര്യങ്ങളുണ്ട്. യൂണിഫോമിന്റെ മാത്രമൊന്നുമല്ല. ഇപ്പൊ ഏട്ടൻ ഫയർ ചെയ്യാൻ പറ്റില്ല. തോക്കായിട്ട് എടുത്ത് ഫയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ വിരല് ഇങ്ങനെ വിറയ്ക്കും. അഭിനയിച്ച് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. തോക്ക് ഇങ്ങനെ പിടിക്കുമ്പോഴേ മനസ്സിലായോ? അപ്പൊ നമ്മള് പൊട്ടിപ്പോവും. നമ്മുടെ ഈ ചേട്ടൻ പോയാണ്ടല്ലോ, കേരളത്തിലുള്ള യുവാക്കളൊക്കെ പോവും. അത് ശരിയാ, ഭയങ്കര വിഷയമാവും. പാകിസ്ഥാൻ കേരളം പിന്നെ പൊളിയായതുകൊണ്ട് കേരളം ചെന്നാ പിന്നെ പറയണ്ടല്ലോ. അവന്മാര് എടുത്ത് ഇങ്ങോട്ട് വെക്കും. അങ്ങനെയല്ല, തേറി വിളിച്ചോടിക്കും. അറിയാലോ ആരാണെന്നറിയാലോ. പാകിസ്ഥാനികൾ ഓടി തള്ളോളൂ. അറിയാലോ അവര്, അവന്മാരുടെ കളി. ഇപ്പൊ വരും. പാകിസ്ഥാന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു ഏട്ടനും പിള്ളേരും. അയ്യോ, പിള്ളേരങ്ങ് കേറി പോരുക. കേറി വാടാ മക്കളെ എന്ന് പറഞ്ഞാല് പിള്ളേരൊടിഞ്ഞിരിക്കുന്നവരെ ഇറങ്ങി. പിള്ളേർക്കൊക്കെ 40-45 വയസ്സുണ്ട്. പിള്ളേരൊക്കെ കല്യാണം കഴിക്കാറായി. ശരിക്കും അതാ കേട്ടോ, നമുക്കറിയാൻ. നമ്മളങ്ങനെ എല്ലാവർക്കും അങ്ങ് നിർബന്ധം, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. ഇതെന്ത് ഇയാൾ മാത്രമേ ഉള്ളൂ പോവാൻ? എന്ത് സംഭവിച്ചാലും ഏട്ടനെ മണ്ടയ്ക്കോട്ട്. അത് മോശം കേട്ടോ. എന്ത് ഇത്? ആ മറ്റവനില്ല, ചെറുത്താന്ന് പറഞ്ഞു. അതെ അതെ, അവന്റെ ഒരു അഹങ്കാരം നോക്കിക്കോണേ. അവനങ്ങ് പറയുക എപ്പോഴും ഇരുന്ന് ഈ ഏട്ടൻ പോണം. ഏട്ടൻ അങ്ങനെ പോകുന്നൊന്നും അല്ലടാ, നിന്റെ തന്തയല്ല എന്റെ തന്ത. മനസ്സിലായി? എന്റെ തന്തയല്ല ഏട്ടന്റെ തന്ത. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഏട്ടൻ പറഞ്ഞിട്ടുള്ള
ഏട്ടൻ നിന്റെ തന്തയല്ല എന്റെ തന്തയാണ്. അതായത് നിന്റെ തന്തയല്ല ഏട്ടന്റെ തന്ത എന്നുള്ളത് ചെറുതാനെ നിന്നോട് നേരത്തെ തന്നെ ഏട്ടന്റെ തന്തയല്ല നിന്റെ തന്ത. അത് തന്നെ. നിന്റെ തന്തയല്ല ഏട്ടന്റെ തന്ത, മറ്റേടെ തന്തയല്ല മറ്റേടെ തന്ത, ഇയാളുടെ തന്തയല്ല ഇയാളുടെ തന്ത, ഇവരുടെ തന്തയല്ല അവരുടെ തന്ത. തന്താന 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 തന്താന. അതാണ് തന്താന തന്താന തന്താന. അപ്പൊ അതൊക്കെ നേരത്തെ അറിയാമല്ലോ. ഏട്ടനെ അറിയാവുന്നവരോട് ഏട്ടൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഡർട്ടി ബിസിനസ് ഈസ് ദ ഡ്രഗ്സ് ഈസ് ദ ബിസിനസ് ഓഫ് ദ ഡർട്ടി എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഡർട്ടി പ്ലേസ് ഇതെല്ലാം നേരത്തെ പറഞ്ഞാടാ. ഇവനൊക്കെ വലിയ ചെറുതാനൊക്കെ വല്ലതും അറിയോ? അവനെ അസൂയ ഏട്ടനെ പോലെ അഭിനയിക്കാൻ പറ്റുന്നില്ല. അതെ അതെ, കംപ്ലീറ്റ്. ഒരു മിനിറ്റ് സുഹൃത്തെ, ഒരു മിനിറ്റ്. നീ ചെകുത്താനെ നീ ആദ്യം ഒന്ന് ഒരു ഷോർട്ട് ഫിലിം കണ്ണാടി പോയി നോക്കടാ. കണ്ണാടി നോക്കടാ. കഞ്ചാവ് അടിച്ച് നടക്കുന്നവനൊക്കെ നമ്മുടെ പട്ടാളത്തെ പറ്റി നീ ഒരു പ്രാവശ്യം പറഞ്ഞു. അന്ന് ക്ഷമിച്ച്. അന്ന് ഏട്ടനുണ്ടായ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ പട്ടാളത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണെന്ന്. ഇല്ലാതെ കാണിച്ചു കൊടുത്തതിനെ. നിന്നെ ഉണ്ടല്ലോ, നിന്നെ അന്ന് ഇടിച്ചില്ലടാ നിന്നെ. പിന്നെ ഇപ്പൊ പറയാ പോണോന്ന്. നീ അങ്ങ് പോടാ. നീ അങ്ങോട്ട് ചെല്ല് നിന്റെ തള്ളയും കൂട്ടിക്കൊണ്ട്. എന്തോ അവന് നെഞ്ചുവേനയാന്ന് പറയോ എന്റെ അമ്മ വന്ന്. അമ്മ എന്ന് പറയാ. എന്തല്ലേ അവന്റെ അമ്മ നല്ലപോലെ കിട്ടിയെന്ന്. മാത്രല്ല ഏട്ടന്റെ പിള്ളേരുണ്ടല്ലോ, പ്രാവശ്യം പൊങ്കാല ഇട്ടതാ. പേടിച്ച് തൂറിപ്പോയത്. എടാ അത് തന്നെ ഇപ്പൊ പാകിസ്ഥാനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഏട്ടനൊന്ന് പറഞ്ഞു നോക്കട്ടെ, കാണിച്ചു കൊടുക്കാം അങ്ങോട്ട്. അതിർത്തി നിരന്ന് പറയുമ്പോഴത്തേന് ഇമ്മ ഓടും. തീവ്രവാദിയൊക്കെ തൂറിവാരി ഓടും. ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ടാ മതി, അത്രേ ഉള്ളൂ. ഗ്രൂപ്പിലോട്ട് ഒരൊറ്റ മെസ്സേജ്, ഏട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി. മക്കളെ കേറി വേടാ മക്കളെ, വൈകിട്ട് എന്താ പരിപാടി? മോനെ അത് പറ. നീ ആ തീവ്രവാദികളോട് പറ ഏട്ടനെ പറ്റി ഒരു അക്ഷരം പറഞ്ഞാലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ പൂജപ്പുരോട്ട് വരാൻ പറ, കാണിച്ചു കൊടുക്കാം. അതെങ്ങനെയാ ഈ ചെറുതാനൊക്കെ പറഞ്ഞ മറ്റേ മാഫിയ ടീമല്ലേ ഇവന്മാർക്ക് മറ്റിടത്താ കൂറ്. ഇവന്മാരുടെ കൂറ് മൊത്തം പച്ചയല. അങ്ങനത്തെ പാട്ട് വരെ ഇറങ്ങി ഇവിടെ. ആ പാട്ട് പാടി പച്ചാന്ന് അങ്ങനെ പാട്ടിറക്കി ഇവിടെ വൈറലായി. കവി എന്നൊരു പാട്ടില്ലല്ലോ. ഉണ്ടോ അങ്ങനെ ഒരു പാട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടല്ലാത്ത? അതെന്താ ഇല്ലാത്ത? അതാ കാര്യം. എന്തല്ലേ ഈ കേരളത്തിന്റെ പോക്കിത് എങ്ങോട്ടാണ്? ഇവനെ പോലുള്ള ഓരോ യൂട്യൂബറും എല്ലാത്തിനും പിടിച്ച് അകത്തിടണം. ഞാൻ പറഞ്ഞത് എടാ അവനെ പിടിച്ച് അകത്തിടുന്നതിനെ പറ്റി കഥ എഴുതിയ ഏറ്റവും ഫാനായ ഈ പറഞ്ഞ ആറാട്ടണ്ണനെ പിടിച്ച് അകത്തിട്ടില്ലേ? തെറ്റിപ്പോയതാണോ? ആള് മാറിയോ എന്നൊരു സംശയം. എന്തല്ലേ അവനുണ്ടല്ലോ, അവനെ നമുക്ക് പിടിക്കണോടാണ്. എവിടെ കണ്ടാലും അവനെ അടിച്ച് അവന്റെ കർണകുറ്റിയെ പൊട്ടി. അവനാണ് ശരിക്കും പ്രശ്നം. ഈ ഏട്ടന്റെ പടങ്ങൾ പലതും പരാജയപ്പെടും. നല്ല ഹിറ്റുകളാണ് ശരിക്കും നല്ല സിനിമകളാണോ? എല്ലാ സിനിമകളും എനിക്ക് ഇഷ്ടമാണ്. എല്ലാം നല്ല പടം. ഒരുമാതിരിപ്പെട്ട ഒന്നോ രണ്ടോ പടം. അതെ, അത് മുഴുവനായിട്ടും അത് മോശമൊന്നും അല്ല. 1.5 എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. ഒരു പടം മുഴുവനും മോശമെന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ച് ഭാഗങ്ങൾ മാത്രം മോശമായപ്പോ ഇവനൊക്കെ പറയുന്നത് ഫിൽ ഔട്ടായി, താടി പിടിക്കാൻ പറ്റത്തില്ല. എടാ ഏട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളും കഥാമൂല്യമുള്ള അഭിനയ മുഹൂർത്തങ്ങൾ, പരിസരങ്ങൾ, അഭിനയ പരിസരങ്ങൾ,
സിനിമാ പശ്ചാത്തലങ്ങൾ, പശ്ചാത്തല സംഗീതം ഗിരീഷ് പുത്തഞ്ചേരി, അതുപോലെ തന്നെ ഞങ്ങൾ ആലപിച്ചത് യേശുദാസ്. അതുമല്ല വേറെ കാര്യമുണ്ട്, അവാർഡുകള്, ഡോക്ടർ, എഞ്ചിനീയർ, IT, പോലീസ്, IPS, IAS, എന്താ പോലീസ് നീതി പാലിക്കാതെ, IAS, IPS, ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നു, ഡോക്ടർ പ്രൊഫസർ ഇന്ത്യൻ എയർപോർട്ട് പൈലറ്റ്, ലൈൻ കമ്പി, പോസ്റ്റ് കാൽ പൈലറ്റ്, എല്ലാം ഉള്ള ഏട്ടനെ ഒന്നും ഇല്ലാത്തടുത്ത് കഴിഞ്ഞ ദിവസം കഞ്ചാവിന് പിടിക്കണ്ടായിരുന്നു. ആണോ? സ്ക്വാഡുകാരെ പറഞ്ഞു വിട്ടതാ നമ്മുടെ ആൾക്കാര്. എന്തുപറ്റി? പക്ഷെ അവിടെ ഒന്നും ഇല്ലെന്ന്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതെ, അവിടെ ചെന്നപ്പോ അവർക്ക് തോന്നി അവന്റെ സിഗരറ്റും ഇല്ല, ഒന്നുമില്ല, വീട്ടിലൊരു ഇത് മരുന്ന് മാത്രം കണ്ടെത്തിയെന്ന്. ശരിക്കും പരിശോധിച്ചിരുന്നേ കിട്ടിയാനെ. അവന്റെ മതില് പൊളിച്ചൊക്കെ നോക്കണം. ഇവൻ മതിലിനകത്ത് കയറ്റിയേക്ക് ചിലപ്പോ ട്രൈപോഡിന്റെ ഒക്കെ അകത്തായിരിക്കും വെച്ചേക്കുന്നത്. അതായിരിക്കും അന്ന് ആ CI ആ ട്രൈപോഡൊക്കെ എടുത്തോണ്ട് പോയി ചെക്ക് ചെയ്തത്. അതിനകത്ത് വല്ലതും ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ട്. പക്ഷെ അന്നും കിട്ടിയിട്ടില്ല കേട്ടത്. അന്ന് പക്ഷെ വീഡിയോ സേവ് ചെയ്തതാണ് ട്രൈപോഡിൽ നോക്കിയത്. MDMA നോക്കിയിരുന്ന ചിലപ്പോൾ കിട്ടിയേനെ. MDMA എടുത്ത് മാറ്റി കളഞ്ഞെന്ന് തോന്നുന്നു. വീഡിയോ തപ്പിക്കൊണ്ടിരിക്കുന്നില്ല. അപ്പൊ MDMA എടുത്ത് മാറ്റി കളഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പറ്റിയത് അങ്ങനെ എന്തോ ആണ്. മനസ്സിലായോ? രക്ഷപ്പെട്ടെന്ന് എന്തല്ലേ വിഷയത്തിൽ നിന്ന് ഒരുപാട് തെന്നിപ്പോ. അതല്ല, ഞാൻ എനിക്ക് അവനൊരു നല്ല പറയണം. ഞാൻ അത് കുറെ കാലം എടോ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നിപ്പോകുന്നു, മാറിപ്പോകുന്നു. നമുക്ക് ഈ അവസരത്തിൽ ഇന്ത്യ എന്ന രാജ്യം ഇതുപോലെ ഒരു വെല്ലുവിളി നേരിടുമ്പോൾ, ഭാരതം എന്ന രാജ്യം വെല്ലുവിളി നേരിടുമ്പോൾ നിന്നെ പോലത്തെ ആൾക്കാർ അവിടെ നിന്ന് ഏട്ടനെ കളിയാക്കുന്നത് ശരിയല്ല. നിർത്തിക്കോ മതി കേട്ടോ. ഏട്ടന് പോകണ്ടപ്പോ ഏട്ടൻ പോകാറുണ്ട്. ആളറിഞ്ഞ് കളിക്കടാ. അതുമല്ല, എത്ര എത്ര യുദ്ധങ്ങൾ ചെയ്തിരിക്കുന്നു സിനിമയിൽ. അപ്പോഴാണോ ഈ ചെറിയൊരു യുദ്ധം? മറ്റേ മമ്മൂട്ടിയെ സിദ്ദിഖിനെ അപ്പുറം ഇരുത്തിയിട്ട് എന്തൊരു യുദ്ധമാണ്. ഏട്ടൻ മറ്റേ സിവിലിയൻസ് യുദ്ധത്തിന് ഇറങ്ങുകയാണെങ്കിൽ വെടിവെക്കേണ്ട എങ്ങനെയാന്ന് പഠിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. അതൊക്കെ അതൊന്നും പുള്ളിക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കും. പഠിപ്പിച്ചു കൊടുത്താ വിട്ടത്. അതെ, കേരളം മുഴുവൻ കണ്ടതാണ് വെടിവെക്കാൻ പഠിപ്പിക്കും. സിദ്ദിഖിന് പിന്നെ അറിയാം. സിദ്ദിഖ് അതപ്പോ തന്നെ പറഞ്ഞെന്ന് പറഞ്ഞത് എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, പണി എനിക്കറിയാന്നുള്ളത്. പുള്ളിയും ട്രെയിൻഡ് ആണല്ലോ. മിലിറ്ററിയിലെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ ട്രെയിൻ ചെയ്യുന്ന ആളാ. അപ്പോഴാ അതും പ്രത്യേകിച്ച് മിലിറ്ററിയിൽ. അതെ, അതേത് ഫീൽഡോ? വിരുദ്ധാഹാര ഫീൽഡോ? മനസ്സിലായി. പ്രത്യേക തന്ത്രമാണ് ആ തന്ത്രം. ഇച്ചിരി അപ്പൊ ഈ പറയുന്ന പോലത്തെ വർത്താനങ്ങൾ നിർത്തുക. ഏട്ടൻ പോണോ വേണ്ടെന്ന് ഏട്ടൻ തീരുമാനിക്കും. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുവരെ എന്ത് വേണമെന്ന് തീരുമാനിക്കാം. ഏട്ടനുണ്ട്, ഇവിടെ ഇരുന്നുണ്ട്, നീയൊക്കെ ഇരുന്നുണ്ട്, അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റിയ ആളാണോടാ ഏട്ടൻ? നീ പറയുമ്പോ ഏയ് അങ്ങനെയല്ല. നീ എന്താ പോവും അല്ലേ? അതെ അതെ, ഫോണുണ്ട എടുത്തറിയാൻ. മേശിരി വിളിക്കുന്നു, പണിക്ക് പണിക്ക് പോകാനുള്ള. അപ്പൊ ശരി ഗായ്സ്, ബൈ ബൈ.